8 ദിവസമായി ഈ കുട്ടൻ നമ്മുടെ കൂടെ ഉള്ളത് ഗ്ലോസ്റ്റർ. സോ ഞങ്ങൾ തിരിച്ച് ഇപ്പോൾ അമൃത്സർ എത്തി. ഫ്ലൈറ്റിൽ റെസ്റ്റോറൻറ്റ്, 2 റെസ്റ്റോറൻറ്റ് ഇങ്ങനെ ഫ്ലൈറ്റിൽ ഇപ്പോൾ ഇവിടെ ഉണ്ട്. അതും ഒറിജിനൽ ഫ്ലൈറ്റ് ആണ്. ബാക്കിലിരിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഒരു ഫ്ലൈറ്റിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്തൊന്നും ആരും പോയി നിൽക്കരുത് ഇങ്ങനെ, കാരണം അത് എടുത്തുകൊണ്ട് പോകും. സോ ഞങ്ങൾ തിരിച്ച് ഇപ്പോൾ അമൃത്സർ എത്തി. അമൃത്സർ ഇന്നലെ ഞങ്ങൾ ഒരു വഴിക്ക് സ്റ്റക്കായി നിന്നു. അതിൻ്റെ ഒന്നും ആവശ്യം ശരിക്കും പറഞ്ഞില്ലായിരുന്നു. അപ്പം അമൃത്സർ ഗോൾഡൻ ടെമ്പിൾ കാണാൻ വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ജാലിയൻ വാല ബാഗ് കാണാൻ വരുന്ന ആളുകൾ ഇവിടെ ഗോൾഡൻ ടെമ്പിളിൻ്റെ ഒരു പാർക്കിംഗ് ഉണ്ട്. ആ പാർക്കിങ്ങിൽ വണ്ടി ഇട്ടിട്ട് നിങ്ങൾ പോകേണ്ട ഹോട്ടലിലേക്കോ അല്ലെങ്കിൽ ഗോൾഡൻ ടെമ്പിളിലേക്കോ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഷോപ്പിംഗ് ഒരു സെന്റർ ഉണ്ട്. സോ 2 ദിവസം കൊണ്ടാണെങ്കിലും ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായി കറക്റ്റായിട്ട് എവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യുന്നതും എങ്ങനെയാണ് അങ്ങോട്ട് പോകേണ്ടതെന്നും. ഇന്നലെ ഞങ്ങളൊന്ന് പെട്ടുപോയി ആ ഒരു തിരക്കിലെല്ലാം. പക്ഷെ പെട്ടു. എന്നാലും ഗ്ലോസ്റ്റർ അത്രയും വലിയൊരു വാഹനമാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഞങ്ങളെത്തി. പക്ഷെ ഇവിടെ പാർക്കിങ്ങിലിട്ടിട്ട് ഈ ഒരു സ്ട്രീറ്റിലൂടെ നടന്നു പോയി കഴിഞ്ഞാൽ ഗോൾഡൻ ടെമ്പിളിലും അതുപോലെ ജാലിയൻ വാല ബാഗും എല്ലാം കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ജാലിയൻ വാല ബാഗ് കൂട്ടക്കൊല നടന്ന അതിൻ്റെ ഒരു സ്മാരകമാണിത്. 1919 ഏപ്രിൽ 13 ജനറൽ ഡയറിൻ്റെ ഉത്തരവ് പ്രകാരമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ജാലിയൻ വാല ബാഗ് കൂട്ടക്കൊല നടന്നത്. അന്ന് ആളുകളോട് പറഞ്ഞിരുന്നു ഇവിടെ കൂട്ടം കൂടരുത്, അതുപോലെ തന്നെ യോഗങ്ങളൊന്നും ചേരരുത് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു കൂട്ടം ആളുകൾ ഈ ജാലിയൻ വാല ബാഗിൽ ഒത്തുചേർന്നതറിഞ്ഞ് ജനറൽ ഡയർ കുറേ പട്ടാളക്കാരൊക്കെ ആയിട്ട് വന്ന് ഏകദേശം അവരുടെ വെടിക്കോപ്പ് തീരുന്നവരെ 1650ഓളം റൗണ്ട് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ആ വെടിക്കോപ്പ് തീരുന്നത് വരെ വെടിവെക്കുകയാണ് ചെയ്തത്. അതിൽ ബ്രിട്ടീഷുകാരുടെ കണക്ക് പ്രകാരം 379 പേരാണ് മരിച്ചതെന്ന് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ 1000-ലധികം ആളുകൾ അവിടെ മരണപ്പെട്ടതായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ലഞ്ചിന് വേണ്ടി നിർത്തിയിരിക്കുകയാണ്. ഇനിയും ഏകദേശം ഒരു ഹാഫ് ആൻ അവർ മതി. അരമണിക്കൂറിനുള്ളിൽ നമ്മൾ ഡൽഹിയിലെത്തും. ഗ്ലോസ്റ്റർ ഇപ്പോഴും നല്ല കുട്ടപ്പനായിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡ് തന്ന് ഞങ്ങൾ കഴിക്കാനായിട്ട് നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ കഴിക്കാനായിട്ട് നിർത്തിയ സ്ഥലം ഒരു ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് ഒരു സ്ഥലമായിട്ട് തോന്നി. കാരണം സാധാരണ ഫ്ലൈറ്റിലൊക്കെ നമ്മൾ യാത്ര ചെയ്യാനൊക്കെയാണ് കയറുന്നത്. ഫ്ലൈറ്റിൽ റെസ്റ്റോറൻറ്റ്, 2 റെസ്റ്റോറൻറ്റ് ഇങ്ങനെ ഫ്ലൈറ്റിൽ ഇപ്പോൾ ഇവിടെ ഉണ്ട്. അതും ഒറിജിനൽ ഫ്ലൈറ്റ് ആണ്. എനിക്ക് തോന്നുന്നത് പഴയ ഏതെങ്കിലും ഫ്ലൈറ്റിൽ അവർ എടുത്തിട്ട് ചെയ്തായിരിക്കും, റെസ്റ്റോറൻറ്റ് കൺവേർട്ട് ചെയ്തായിരിക്കും. എന്താണെങ്കിലും അത് കണ്ടപ്പോൾ ഒരു ഇൻട്രസ്റ്റ് തോന്നി. ഞാൻ നമ്മുടെ നാട്ടിൽ ട്രിവാൻഡ്രത്താണ് ആകെ ഇത് കണ്ടിരിക്കുന്നത് കുറേ കാലം മുമ്പ്. ഇപ്പോൾ അതുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ
ഈ റൂട്ടിൽ 2-3 സ്ഥലത്ത് ഇങ്ങനെ എയർക്രാഫ്റ്റ്, ഒറിജിനൽ എയർക്രാഫ്റ്റ് റെസ്റ്റോറൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത 2-3 സ്ഥലം ഞാൻ കണ്ടു. എന്താണെങ്കിലും അത് നിങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് വന്നത്. നൈസ്. But nice, very nice. आपका यूनिफॉर्म भी अच्छा है. एप्लेट्स. कितना कैप्टन है इसके अंदर? Nice. So ഇതാണ് പ്ലെയിനിലെ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു എക്സ്പീരിയൻസ്. നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മുടെ ട്രിവാൻഡ്രത്ത് നിന്ന് ഒരു എയർ ഇന്ത്യ ഫ്ലൈറ്റ് കൊണ്ടുവരുന്ന വഴിക്ക് ബ്രിഡ്ജിലൊക്കെ സ്റ്റക്കായെന്ന് കേട്ടിട്ടുണ്ട്. അതൊക്കെ എങ്ങോട്ടാണ് പോയെന്ന് അറിയില്ല. എന്താണെങ്കിലും ഈ റൂട്ടിൽ 2-3 സ്ഥലത്ത് നമുക്ക് പ്ലെയിനിൽ റെസ്റ്റോറൻറ്റ് കാണാൻ പറ്റും. എന്താണെങ്കിലും ഡൽഹിയിൽ നിന്ന് ഒരു 1/2 hour മാറിയിട്ടാണ്, അല്ലെങ്കിൽ ഇവിടുന്ന് ഡൽഹിയിലേക്ക് 1/2 hour ഉള്ളൂ. അപ്പോൾ ഡൽഹിയിൽ വരുന്നവർക്ക് ഈ ഒരു എക്സ്പീരിയൻസ് വേണമെങ്കിൽ ഇവിടെ വന്ന് കഴിക്കാം. അല്ലെങ്കിൽ പോകുന്ന വഴി നിങ്ങൾ ചണ്ഡീഗഡിനോ അമൃത്സറിനോ ഷിംലയ്ക്കോ ഒക്കെ പോകുന്നുണ്ടെങ്കിൽ ഈ വഴി പോകുമ്പോൾ ഈ എക്സ്പീരിയൻസ് ഇറ്റ്സ് ഫൺ, ഒരു ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ടാണ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചത്. എൻജിനെല്ലാം ഊരി വെച്ചിട്ടുള്ള അവസ്ഥയാണിത്. ബേസിക്കലി ഷെല്ല് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ മേക്ക് 1989 മേക്ക് എയർക്രാഫ്റ്റ് ആണിത്. ഇത് 2021 ഇത് കണ്ടം ചെയ്തതാണ്. അതാണ് ഇവർ വാങ്ങിച്ച് കൊണ്ടുവന്നത്. ഡൽഹിയിൽ നിന്നാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. 2021 ഇത് 2021 കണ്ടത്, ഞാൻ സെർച്ച് ചെയ്തിട്ട് കണ്ടത്. 2021 ആണ് ഇത് ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന വഴി. ഇതിൽ ഏതോ ഒരെണ്ണം ഒരു പാലത്തിന്റെ ഇടയിൽ സ്റ്റക്കായി എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ തിരുവനന്തപുരത്ത് വന്ന പോലെ എയർ ഇന്ത്യയുടെ കണ്ടം ചെയ്ത പ്ലെയിനാണ് അത്. അല്ലല്ല, തിരുവനന്തപുരത്ത് അവിടെ പ്രശ്നം ഉണ്ടായതുപോലെ ഇവിടെ ഡൽഹിയിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ട് പാലത്തിന്റെ ഡിസ്റ്റൻസ്. എയർ ഇന്ത്യയുടെ ഇത് എയർ ഇന്ത്യയുടെ കണ്ടുപിടിക്കണമെങ്കിൽ പഴയ ഇന്ത്യൻ എയർലൈൻസിന്റെ ഇത് ഡബിൾ ബോഗി കണ്ടില്ലേ, 2 വീലുള്ളത്. എയർബസിന്റെ ആയതുകൊണ്ട് എനിക്കല്ല പിടിയില്ല. എനിക്ക് ബോയിങ്ങിന്റെ ഞാൻ എല്ലാം കൃത്യമായിട്ട് പറഞ്ഞുതരായിരുന്നു. ഞാൻ ബോയിങ്ങിന്റെ എയർബസിന്റെയും പറയും. അപ്പൊ ഇതാണ് അതിന്റെ എഞ്ചിൻ ഷെല്ല്. എഞ്ചിൻ ഇതിനകത്താണ് ഇരിക്കുന്നത്. പക്ഷെ എഞ്ചിനൊക്കെ അഴിച്ചു പറിച്ച് കളഞ്ഞു. ഇപ്പോഴത്തെ എഞ്ചിനാണെങ്കിൽ കുറെ കൂടി വലുതായിരിക്കും. NEO, ഇത് പഴയ CEO എന്ന് പറയുന്നത്. നിയോ, ഇത് CEO. ഇത് ആക്ച്വലി എന്താ രസം എന്ന് വെച്ചാൽ, ഒരു ഫ്ലൈറ്റിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്തൊന്നും ആരും പോയി നിൽക്കരുത് ഇങ്ങനെ, കാരണം അത് എടുത്തുകൊണ്ട് പോകും. അപ്പം ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു കാര്യം കാണാൻ പറ്റുന്നത്, ഇത്ര അടുത്ത് കാണാൻ പറ്റുന്നത് ഒരു പക്ഷേ ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ. തൊടാൻ പറ്റുമോ? അതെ, എന്തായാലും അതിന്റെ ബെയറിംഗ് ഒക്കെ ഇപ്പം കറക്റ്റാ അല്ലേ? തിരിഞ്ഞു പോകണുണ്ടാവും. എന്താണെങ്കിലും ഇതാണ് ഫ്ലൈറ്റ്. സോ അങ്ങനെ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ ഡൽഹിയിലേക്കുള്ള യാത്ര തുടരുകയാണ്. 8 ദിവസമായി ഈ കുട്ടൻ നമ്മുടെ കൂടെ ഉള്ളത്, ഗ്ലോസ്റ്റർ, MG ഗ്ലോസ്റ്റർ. ഇനിയിപ്പം ഇത് വിട്ടിട്ട് പോകണമല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. കാരണം 8 ദിവസത്തിൽ ഒരു ലാസ്റ്റ് 2 days ആണ് ഞാൻ ബാക്കിലിരുന്ന് ട്രാവൽ ചെയ്തുള്ളൂ. ആ ബാക്കിലിരുന്നുള്ള ട്രാവലിംഗ് നിങ്ങൾ കേട്ടല്ലോ, അതിൻ്റെ ഫുൾ എക്സ്പീരിയൻസ്. ബാക്കിലുള്ള ട്രാവലിംഗ് വാസ് റിയലി ഗുഡ്. ഇപ്പോൾ ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് വരുന്നത് മെയിനായിട്ട് ഫോർച്യൂണർ, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു നമ്മുടെ എൻഡെവറൊക്കെ ആയിരുന്നു. എന്താണെങ്കിലും ഒരു കാര്യം എനിക്ക് ഉറപ്പായിട്ട് പറയാം, ബാക്കിലിരുന്ന് ട്രാവൽ ചെയ്യാൻ ഇപ്പോൾ ഫോർച്യൂണർ തരുന്നതിലും കൂടുതൽ കംഫർട്ട് MG ഗ്ലോസ്റ്റർ തരും. ആ ഒരു കാര്യത്തിന് സംശയമില്ല. അങ്ങനെ ഞങ്ങളുടെ യാത്രയുടെ 8ാം ദിവസം കൺട്രിയാണ്. 8 days with MG ഗ്ലോസ്റ്റർ. അതിൽ എനിക്ക് 8 ദിവസം യാത്ര ചെയ്തതിൽ ആകെ 2 ദിവസം എനിക്ക് ബാക്കിൽ ഇരിക്കാൻ പറ്റും. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ. കാരണം സാധാരണ ഇവർ രണ്ടുപേരാണ് ബാക്കിൽ ഇരിക്കാറ്. അവർ രണ്ടുപേരെയും ഞങ്ങൾ ഫ്രണ്ടിലേക്ക് ഡ്രൈവ് ചെയ്യാൻ കയറ്റിയിട്ട് ഞാനും ബ്രിക്സ്ബുക്കിന്റെ ബാക്കിലിരിക്കും. എന്താണെങ്കിലും എൻ്റെ ബാക്കിലിരിക്കുന്ന ഒരു എക്സ്പീരിയൻസ് അമേസിംഗ്. കാരണം സ്പേഷ്യസ് ആണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. ഈ ഒരു എഡിഷൻ ഒരു ലിമിറ്റഡ് അല്ല, ഒരു എഡിഷനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടതാണ് ബ്ലാക്ക് സ്റ്റോം എന്ന് പറഞ്ഞത്. ബ്ലാക്ക് സ്റ്റോമിൽ തന്നെ 2 കളറുണ്ട്. ഇത് അതിൻ്റെ ഡാർക്ക് ബ്ലാക്ക് കളറാണ്. എനിക്ക് വണ്ടി അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം വണ്ടി റെസ്പോൺസീവാണ്. നമ്മൾ ആക്സിഡൻറ്റ് കൊടുക്കുമ്പോൾ വണ്ടി അതിൽ ആ പവർ ഫീൽ ചെയ്യാം. അൺലൈക്ക് ഫോർച്യൂണർ വിച്ച് ഐ ഫീൽ ഒരു ലാഗ് ഉണ്ട്. പിന്നെ ഇറ്റ്സ് ക്വൈറ്റ് സ്പേഷ്യസ്. മുമ്പിലാണെങ്കിലും ബാക്കിലാണെങ്കിലും യു ഹാവ് ഇനഫ് ആൻഡ് മോർ സ്പേസ് ഇൻ ദ കാർ. ഫുള്ളി തിങ് റോഷൻ പറഞ്ഞ പോലെ എല്ലാ വിൻഡോസിനും ഒരു സൺസ്ക്രീൻ കൊടുക്കാം. ബിക്കോസ് അല്ലെങ്കിൽ സോ ബിഗ് വിൻഡോസ്, സോ മച്ച് ഓഫ് ഹീറ്റ് ഇസ് കമ്മിങ് ഇൻ. അത് ഈ കാറിന്റെ സൈസ് ഇത്ര ഉള്ളതുകൊണ്ടാണ് നമുക്ക് കുറെ അധികം വിൻഡോ ഉണ്ടെന്ന് തോന്നുന്നു. അതെ, ഭയങ്കര സ്പേഷ്യസ് ആണ്. അതുകൊണ്ടാണ്. പക്ഷെ ഫ്രണ്ടിൽ കൊടുത്തില്ലെങ്കിൽ ബാക്കിലെങ്കിലും ഇത്രയും വില കൊടുക്കുന്നല്ലേ? എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു വില. പിന്നെ അതുപോലെ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ നമ്മുടെ വേവ് ചെയ്ത് ആ ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ബെറ്റർ. അപ്പോൾ കുറേ കാര്യങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം ഒന്ന് പറഞ്ഞ പോലെ ജസ്റ്റ് കൺട്രോളിൽ ബൂട്ട് ഓപ്പൺ ചെയ്യുക, അതുപോലെ വയർലെസ് ചാർജർ ഇല്ല. വയർലെസ് ചാർജർ
ഞാൻ അത്ര വലിയ വയർലെസ് ചാർജർ ഫാനല്ല, പക്ഷേ വയർലെസ് ചാർജർ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതാണെന്ന് പല ഒപ്പീനിയനും വരുന്നുണ്ട്. പിന്നെ ലൈറ്റ് സ്റ്റിയറിംഗ് ഉള്ളതുകൊണ്ട് തന്നെ റിങ്കു ആണെങ്കിലും പറഞ്ഞു വണ്ടി റോളിംഗ് കുറച്ച് കൂടുതലാണ്. യു ഫീൽ ലൈക്ക് ബാക്കിലേക്ക് റോൾ ചെയ്യുന്നത് തോന്നുന്നുണ്ട്. ബട്ട് ഓൺ എ സ്ട്രേറ്റ് ഹൈവേ ആൻഡ് ഓൾ ഇറ്റ്സ് വെരി നൈസ്. സസ്പെൻഷൻ ഇസ് ഗുഡ്. അത്യാവശ്യം ബാഡ് റോഡിലേക്ക് പോയാലും ഇറ്റ്സ് കംഫർട്ടബിൾ. സോ ബേസിക്കലി ഹൈവേയിൽ ആ ബോഡി റോള് ഒട്ടും തന്നെ ഫീൽ ചെയ്യുന്നില്ല. ഞാനിപ്പോൾ ബാക്കിലിരുന്ന അല്ലെങ്കിൽ ബോഡി റോളുള്ള വണ്ടിയുടെ അല്ലെങ്കിൽ SUV-ൻ്റെ ബാക്കിലേക്ക് ഞാൻ കാരണം ഫ്രണ്ടിലിരുന്ന ഐ എം യൂസ് ടു സിറ്റിംഗ് ഇൻ ഫ്രണ്ട് അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിലിരുന്ന് ഉറപ്പ് ഞാൻ വാളാം. അപ്പോൾ ബാക്കിലിരുന്നിട്ട് എനിക്കിപ്പം ഹൈവേയിൽ ഒരു പ്രോബ്ലം തോന്നുന്നില്ല. പക്ഷേ ഒരു ടേൺസ് ഒക്കെ ഉള്ള ബംപി ബേബി റോഡിലും അതുപോലെ ടേൺസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ചെറിയ ബോഡി റോൾ ഫ്രീ. ഇത്രയും വലിയ വണ്ടിയാണ്, SUV ആണ്, ഹൈറ്റ് ഉള്ള വണ്ടിയാണ്, ദാറ്റ് ഹാപ്പൻസ്. പക്ഷേ സ്റ്റിയറിംഗ് കുറച്ചൊന്ന് ടൈറ്റ്നെസ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു ഫീഡ്ബാക്ക് കുറച്ചും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതാണെന്ന് തോന്നി. പക്ഷെ ഓവറോൾ ഈ ഒരു ബ്ലാക്ക് സ്റ്റോം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഫോർ മീ ഇറ്റ് ഫീൽസ് ഗുഡ്. കാരണം ഇൻറ്റീരിയർ കളർ കോമ്പിനേഷൻ ഇസ് വെരി ഗുഡ്. പിന്നെ ഇതിൻ്റെ വില വരുന്നത് 41 lakhs ആണ് 4x2 ഓപ്ഷനിൽ കിട്ടുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇവിടെ പല ടെറൈൻ ഡ്രൈവിങ്സ് എല്ലാം ഉണ്ട്. റോക്ക് മോഡുണ്ട്, സാൻഡ്, സ്പോർട്ട്, സ്നോ എന്ന് പറയുന്ന എല്ലാ ടെറൈൻ മാനേജ്മെൻറ്റ്സും ഉണ്ട്. അതുപോലെ തന്നെ ഓട്ടോയും ഉണ്ട്. ഓട്ടോ ഹോൾഡ്, പാർക്ക് അസിസ്റ്റ്, അങ്ങനെ കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ എല്ലാ കാര്യങ്ങളും ഉണ്ട്. സോ സേഫ്റ്റിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഇപ്പോൾ ഗ്ലോസ്റ്റർ വരുന്നത്. അതിൻ്റെ ഈ ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ, അതുപോലെ ലെയിൻ ചേഞ്ച് അസിസ്റ്റ്, അതുപോലെ അഡാസ് ഫീച്ചേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ സേഫ്റ്റി ഒരുപാട് പ്രോമിനൻസ് കൊടുത്തിട്ടാണ് ഇപ്പം MG ഗ്ലോസ്റ്ററിനെ ഇറക്കുന്നത്. സോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 41 lakhs തൊട്ടാണ് എക്സ്-ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൽ വരുന്നത് 2 liter ഡീസൽ എഞ്ചിനാണ് വരുന്നത്. ട്വിൻ ടർബോ എഞ്ചിനാണ് വരുന്നത്. 215 HP പവറും 458 Nm ടോർക്കുമുള്ള എഞ്ചിനാണ് വരുന്നത്. ഗുഡ് എഞ്ചിൻ, വെരി പവർഫുൾ. സോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പവറിൻ്റെ പ്രശ്നങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ ഇത് 2-wheel ഡ്രൈവിലും 4-wheel ഡ്രൈവിലും അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞ പോലെ എല്ലാ ടെറൈൻ മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്. അഡാസ് ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. അഡാസ് ഫീച്ചേഴ്സിൽ ഇപ്പം ഞങ്ങൾ ഈ ഹൈവേയിലായതുകൊണ്ട് തന്നെ യൂസ് ചെയ്ത ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പം അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ, അതുപോലെ തന്നെ ഒരു ലെയിൻ കീപ്പ് അസിസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അഡാസ് ഫീച്ചേഴ്സിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റി. ഇതിൽ 6 seater 7 seater ഓപ്ഷൻ 2 ഓപ്ഷനിലും നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നത് 7 seater ഓപ്ഷനാണ്. അതുപോലെ 6 seater ഓപ്ഷനുണ്ട്. 2 ക്യാപ്റ്റൻ സീറ്റ് ബാക്കിൽ വരും. സോ അതും നല്ലൊരു, എനിക്ക് പേഴ്സണലി അത് ഇപ്പോൾ അധികം പേരൊന്നും ഇല്ലെങ്കിൽ അത് നല്ലൊരു ഓപ്ഷനായിട്ട് നമുക്ക് കിട്ടും. അതുകൂടാതെ ഇതിൻ്റെ വിലയാണ് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ. ഇതിൻ്റെ വില 6 seater 7 seaterന് ഒരേ വിലയാണ് വരുന്നത്. അത് നമ്മളുടെ ഒരു ഓപ്ഷൻ അനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം. എന്നാൽ 2-wheel ഡ്രൈവും 4-wheel ഡ്രൈവുമാണ് വില വ്യത്യാസം വരുന്നത്. ഒരു 41 lakhs നമുക്ക് 2-wheel ഡ്രൈവ് കിട്ടും. അതുപോലെ തന്നെ 4-wheel ഡ്രൈവ് ആണെങ്കിൽ നമുക്ക് ഏകദേശം 43 lakhs ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും എക്സ്-ഷോറൂം പ്രൈസ്.